ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യ ഹർജിയിൽ വിധി ഇന്നലെ നടന്ന വാദത്തിന് ശേഷമാണ് തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റിയത്. അടച്ചിട്ട കോടതി മുറിയിൽ പ്രോസിക്യൂഷനും പ്രതിഭാഗവും നീണ്ട വാദപ്രതിവാദങ്ങൾ നടത്തി. പ്രതി ഉന്നത ബന്ധങ്ങളുള്ള ആളാണെന്നും വാദിയെയും സാക്ഷികളെയും സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. വിവരങ്ങളുമായി സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സുജു, രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇന്ന് നിർണായകമാണ്. 3ാം ബലാത്സംഗ കേസിൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി വരുന്ന ദിവസം കൂടിയാണ്. ഇന്നലെ വാദം നടന്നപ്പോൾ പ്രോസിക്യൂഷൻ പ്രധാനമായും മുന്നോട്ട് വച്ച വാദം എന്തായിരുന്നു? മനു, പ്രോസിക്യൂഷൻ പ്രധാനമായും മുന്നോട്ട് വെച്ച വാദം എന്ന് പറയുന്നത് രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളിയാണ്. അതുപോലെ തന്നെ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ രാഹുലിന്റെ ഭാഗത്തുനിന്ന് അതിജീവിതയെ ഭീഷണിപ്പെടുത്തുവാനും സാക്ഷികളെയൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ കാര്യത്തിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം. അത് മുമ്പും രാഹുലിനുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രോസിക്യൂഷൻ മുമ്പോട്ട് വെച്ച കാര്യം തന്നെയാണ്. കാരണം രാഹുൽ ഒരു കേസല്ല, ഇത് 3ാമത്തെ കേസാണ് ഇപ്പോൾ പോലീസിന് മുമ്പിലേക്ക്, പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ സ്ഥിരം കുറ്റവാളിയായ രാഹുലിന് ജാമ്യം നൽകുന്നത് തെറ്റായ സന്ദേശം നൽകും. അതിനോടൊപ്പം തന്നെ ഈ വാദിഭാഗം അല്ലെങ്കിൽ പ്രതിഭാഗം ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് വീഡിയോ കോൺഫറൻസ് വഴി മാത്രമാണ് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്, അത് മതിയായ കാര്യമല്ല. എന്നാൽ പ്രോസിക്യൂഷൻ കൃത്യമായി തന്നെ ഈ ഘട്ടത്തിൽ വീഡിയോ കോൺഫറൻസ് വഴി മൊഴി രേഖപ്പെടുത്തുന്ന സാധ്യതയുള്ള കാര്യം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ രഹസ്യമൊഴി എടുക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിക്കഴിഞ്ഞതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ 2 മണിക്കൂറിലോളം അടച്ചിട്ട കോടതി മുറിയിലാണ് ഈ പ്രതിവാദങ്ങൾ നടത്തുന്നത്. അതിൽ പ്രതിഭാഗം ചില ഡിജിറ്റൽ എവിഡൻസുകൾ കോടതിയെ ഹാജരാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ അതിന്റെ സാധുത പരിശോധിക്കേണ്ടയോ അത് ശരിയാണോ തെറ്റോ പരിശോധിക്കുന്ന ഘട്ടമല്ല എന്നാണ് പ്രോസിക്യൂഷൻ എടുത്ത നിലപാട്. അതിന്റെ പരിശോധനയും കാര്യങ്ങളൊക്കെ തുടർന്ന് അന്വേഷണത്തിലാണ് ആവശ്യം. അല്ല, ജാമ്യ ഹർജി പരിശോധിക്കുമ്പോഴല്ല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കേണ്ടതെന്നും പ്രോസിക്യൂഷൻ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ തിരുവല്ല കോടതിയിലാണ്, തിരുവല്ല ജുഡീഷ്യൽ 1st ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1-ലായിരുന്നു. ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ടുനിന്ന അടച്ചിട്ട കോടതി മുറിയിൽ വാദപ്രതിവാദങ്ങൾ നടന്നു. എന്നാൽ പ്രതിഭാഗം ഈ കേസിന്റെ അറസ്റ്റ് നടപടിയെ ചോദ്യം ചെയ്യുന്നു, അതിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്യുന്നു. അതുപോലെ തന്നെ 2 കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ കോടതിയുടെ പരിഗണനയിലാണെന്നും നിലവിൽ ജനപ്രതിനിധിയാണെന്നും ഒളിവിൽ പോകില്ല എന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ തന്നെ നമുക്കറിയാം ഫെനി നൈനാനെതിരെ കേസെടുത്തു. അതുപോലെ മഹിളാ കോൺഗ്രസ് നേതാവിനെ അതിജീവിതയെ അധിക്ഷേപിച്ചതിന്റെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ രാഹുലിന്റെ ജാമ്യ ഹർജി കോടതിയിലേക്ക് അതിന്റെ വിധി പറയാൻ ഇന്ന് പത്തനംതിട്ട തിരുവല്ല ജുഡീഷ്യൽ 1st ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഈ ഘട്ടത്തിൽ നോക്കുമ്പോഴും ഇപ്പോഴും കോൺഗ്രസ് രാഹുലിനെ ചേർത്തുപിടിക്കുന്നു. അതായത് കോൺഗ്രസിനുള്ളിൽ തന്നെ രാഹുലിന് അനുകൂലമായ പ്രസ്താവന പത്തനംതിട്ട ജില്ലയിൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് രഞ്ജിത പുളിക്കലിനെ ഉൾപ്പെടെയുള്ള മഹിളാ കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നു. ഫെനി നൈനാനെതിരെ പോലീസ് കേസെടുക്കുന്നു. ഇതിനു മുമ്പ് നമ്മൾ നോക്കുമ്പോൾ രാഹുലിനൊപ്പം ഉള്ള നിലപാട് ബിന്ദു ബിനു മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ നേതാവാണ്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ബിജോ വള്ളംകുളം തുടങ്ങിയ ആളുകൾ അതിജീവിതയെ അധിക്ഷേപിച്ച ഉള്ള പരസ്യ പ്രസ്താവനയും ഫേസ്ബുക്ക് പോസ്റ്റും നവമാധ്യമങ്ങളിലെ അധിക്ഷേപണം തുടരുകയാണ്. എന്നാൽ രാഹുലിനെ പുറത്താക്കി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ കോൺഗ്രസിനുള്ളിൽ ഇത്തരം ആളുകൾക്കെതിരെ ഒരു നടപടി എടുക്കാൻ തയ്യാറാവുന്നില്ല. രാഹുൽ പുറത്ത് എന്ന് പറയുമ്പോൾ രാഹുലിനെ വേണ്ടി അതിജീവിതയെ പരസ്യമായി അധിക്ഷേപിക്കുന്ന, മാത്രമല്ല രാഹുൽ ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഹുലിനോടൊപ്പം എല്ലാ ക്രിമിനൽ കേസുകളിലും പേര് വരുന്ന വ്യക്തിയാണ് ഫെനി നൈനാൻ. അപ്പോൾ 3ാമത് അതിജീവിത കേസിലും ഫെനി നൈനാൻ ആരാണ്? കോൺഗ്രസ് നേതാവാണ്. അതായത് ഫെനി നൈനാൻ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച വ്യക്തിയാണ്. ഫെനി നൈനാൻ ഇപ്പോഴും കോൺഗ്രസിൽ തുടരുന്നു. അതായത് രാഹുലിനൊപ്പം കൂട്ടുപ്രതിയാകാൻ സാധ്യതയുള്ളതോ അല്ലെങ്കിൽ അതിജീവിതകളുടെ മൊഴി പ്രകാരം രാഹുലിനൊപ്പം ക്രിമിനൽ കുറ്റത്തിൽ പങ്കാളിയായിരിക്കുന്ന ഫെനി നൈനാനെ ഇപ്പോഴും കോൺഗ്രസിൽ തുടരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, രാഹുലിനെ പുറത്താക്കി എന്ന് പറയുമ്പോൾ രാഹുലിനൊപ്പം നിന്നുകൊണ്ട് അതിജീവിതയെ അധിക്ഷേപിക്കുന്ന ആളുകളെ കോൺഗ്രസ് സംരക്ഷിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഫെനി നൈനാൻ ഇപ്പോഴും കോൺഗ്രസ് തുടരുന്നു. എന്തായാലും ഇന്ന് കോടതി വിധി പറയും. രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ പ്രതീക്ഷിക്കുന്നത് ജാമ്യം നിഷേധിക്കപ്പെടുന്നതാണ്. കാരണം മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ ജാമ്യം ലഭിക്കേണ്ടതല്ല. എന്നാൽ കോടതിയുടെ പരമാധികാരത്തിൽ കോടതി അധികാര പരിധിയിൽപ്പെടുന്ന കാര്യമാണ്. കോടതിക്ക് മതിയായ കാരണമുണ്ടെങ്കിൽ ജാമ്യം നൽകാവുന്നതുമാണ്. എന്നാൽ ജാമ്യം നിഷേധിച്ചാൽ രാഹുലിന്റെ അഭിഭാഷകന്റെ പ്രതീക്ഷ നേരെ മുകൾ കോടതി പോയും ജാമ്യം നേടാമെന്ന പ്രതീക്ഷയിലാണ്. പക്ഷേ അതല്ല നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം സുജു. ഇവിടെ ഇന്നലെ ആ വാദത്തിനിടയിൽ ഒരു വാചകം ഞാൻ വല്ലാതെ ശ്രദ്ധിച്ചിരുന്നു. അതായത് പ്രതിഭാഗം വാദിച്ചൊരു കാര്യമുണ്ട്,
രാഹുൽ മാങ്കൂട്ടത്തിൽ ഉത്തരവാദിത്വമുള്ള ഒരു ജനപ്രതിനിധിയാണത്രേ. ഉത്തരവാദിത്വമുള്ള ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പരിപാടികളാണോ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ MLA ചെയ്തിരിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുന്നില്ലേ? ഈ വാദത്തെ പ്രോസിക്യൂഷൻ ഖണ്ഡിച്ചത് എങ്ങനെയാണ്? രാഹുൽ മാങ്കൂട്ടം ഒരു നിരന്തര കുറ്റവാളിയാണ്, നിരന്തര പീഡകനാണ് എന്ന മറുവാദം ഉയർത്തിക്കൊണ്ടാണോ പ്രോസിക്യൂഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വാദങ്ങൾക്ക് മറുപടി നൽകിയത്? തീർച്ചയായിട്ടും മനോ, അത്തരം വാദങ്ങൾക്ക് പ്രോസിക്യൂഷൻ കൃത്യമായി നൽകിയത് രാഹുലുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ്. മാത്രമല്ല, രാഹുൽ ഒളിവിൽ പോകില്ല എന്ന പ്രതിഭാഗം വാദിക്കുമ്പോൾ രാഹുൽ നമുക്കറിയാം, ആദ്യ കേസ് ഉണ്ടാകുമ്പോൾ രാഹുൽ പിന്നീട് നമ്മൾ സിനിമയിലെ കഥ പടവലങ്ങ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സിനിമയിൽ പോകുന്ന പോലെ പെട്ടെന്ന് പോയ ശേഷം പിന്നീട് അത് കർണാടകയിൽ പോന്നു. കോൺഗ്രസ് നേതാക്കളുടെ സംരക്ഷണത്തിൽ തണലിൽ കർണാടകയിൽ ഒളിവിൽ ജീവിക്കുന്നു. അതിനുശേഷം ഏറ്റവും ഒടുവിൽ ജാമ്യം ലഭിച്ച ശേഷമാണ് രാഹുൽ തിരികെ എത്തുന്നത്. മാത്രമല്ല, രാഹുൽ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നാണ് പ്രതിഭാഗം പറയുമ്പോൾ രാഹുൽ അങ്ങനെയല്ല. ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം രാഹുൽ ഒരു ഘട്ടത്തിലും പൂർണ്ണമായി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. രാഹുൽ ആകെ ഈ കേസുമായി ബന്ധപ്പെട്ട് ക്ലബ് 7-ൽ റൂം എടുത്തു എന്നുള്ള കാര്യത്തിൽ രാഹുൽ സ്വകാര്യ ഹോട്ടൽ റൂം എടുത്തു എന്നുള്ള കാര്യത്തിൽ രാഹുൽ അംഗീകരിക്കുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് അറസ്റ്റ് മെമ്മോയിൽ പോലും ഒപ്പിടാൻ പോലും രാഹുൽ തയ്യാറായിരുന്നില്ല. മാത്രമല്ല, ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയുന്നില്ല. ഒരുപക്ഷെ ഇന്ത്യൻ ശിക്ഷാ തെളിവ് നിയമപ്രകാരം മൊബൈലിന്റെ പാസ്വേഡ് അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കാതിരിക്കാം. എന്നാൽ പോലും നിസ്സഹകരണം തുടരുകയാണ്. അങ്ങനെ അന്വേഷണത്തോട് ഒട്ടും സഹകരിക്കാത്ത ഒരു പ്രതിയാണ് രാഹുൽ. അതിനോടൊപ്പം തന്നെ ആ സ്ഥിരം കുറ്റവാളി, അതിൻ്റെ ക്രിമിനൽ കുറ്റത്തിന്റെ രാഹുലിന്റെ അതിൻ്റെ ഒരു മെത്തഡോളജി രാഹുൽ ഒരുപോലെ 3 കേസുകളിലും പാലിക്കുന്നു. അതായത് അതിജീവിതരെ ആദ്യ കേസും മൂന്നാമത്തെ കേസിലും നമുക്കതിനെ സമാനതകൾ കാണാം. അത്തരത്തിലുള്ള നിലപാടാണ് രാഹുൽ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നും രാഹുലിനെതിരെ ശക്തമായ നടപടി, അതുകൊണ്ട് ജാമ്യം നിഷേധിക്കണം, ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ തെറ്റായ സന്ദേശം നൽകും, പ്രതികളെ അതിജീവിതകളെ സ്വാധീനിക്കാൻ ശ്രമിക്കും, ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കും, മറ്റ് സാക്ഷിമൊഴികളെ സ്വാധീനിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് രാഹുലിന് ജാമ്യം കൊടുക്കരുത് തന്നെയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. എന്തായാലും പ്രതിഭാഗത്തിന്റെ വാദം ജനങ്ങളുടെ മുമ്പിൽ ഒരുപക്ഷെ അപഹാസ്യമാക്കി മാറ്റും. കാരണം മനു പറഞ്ഞതുപോലെ ഒരു പരിധിവരെ ഉളവാക്കുന്ന പരാമർശം തന്നെയാണ് രാഹുൽ എന്നത്. ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയാണ്, ആള് നാട്ടിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളത്. എന്തായാലും ഇത് കേൾക്കുന്ന മലയാളികളെ സംബന്ധിച്ചോളം രാഹുലിനെ പറ്റിയുള്ള ഇത്തരം പരാമർശങ്ങൾ ചിരി ഉളവാക്കുന്നു, അല്ലെങ്കിൽ അത് പരിഹാസത്തിന് ഇടയാക്കുന്ന പരാമർശം തന്നെയായിരിക്കും തീർച്ചയായിട്ടും മനു.